റഷ്യ ഉക്രൈൻ യുദ്ധം വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഇന്ന് രാവിലെ 6 മണിക്ക് റഷ്യൻ ടൈം, അതായത് അതിൻ്റെ സീനിയർ ലെഫ്റ്റനൻറ്റ് ജനറൽ ഇഗോർ ക്രിലിനോവ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സ്കൂട്ടറിൽ വെച്ചിരുന്ന ബോംബ് പൊട്ടി. അതിഭയങ്കരമായ ബോംബ് പൊട്ടിയിരിക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ 3 നില ബിൽഡിംഗ് മുഴുവനും ചെതറിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അയാളും അയാളുടെ സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. വലിയ ഞെട്ടലോടാണ് ഇത് ലോകം നോക്കിക്കാണുന്നത്. അപ്പം ഇതിനെപ്പറ്റി SBU ഉക്രൈൻ കോർട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചാർജ് ഏർപ്പെടുത്തി. ഈ ലെഫ്റ്റനന്റ് ജനറൽ ഇഗോർ ക്രിലിനോവ് അയാൾ ഏകദേശം 4000 പ്രാവശ്യം, അതായത് റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായ ശേഷം കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ബാൻഡ് കെമിക്കൽ ഇത് റോക്കറ്റിനകത്ത് വിട്ട് ഉക്രൈൻ സൈനികർക്കെതിരെയും സിവിലിയൻസിനെയും കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് ചാർജ് ചെയ്തു. കാരണം ഡീറ്റെയിൽസ് പുറത്ത് വരുന്നതിന് 2 ദിവസം കഴിഞ്ഞ് മോസ്കോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് മോസ്കോയുടെ മണ്ണിൽ, റഷ്യയുടെ മണ്ണിൽ അവരുടെ സീനിയർ ലെഫ്റ്റനൻറ്റ് ജനറൽ വല്ലാത്തൊരു ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ട് ഉക്രൈൻ അതിൻ്റെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇനി നോക്കാം ആരായിരുന്നു ഇഗോർ ക്രിലിനോവ്. മനസ്സിലാക്കുക, റഷ്യയുടെ ന്യൂക്ലിയർ, കെമിക്കൽ, ബയോളജിക്കൽ വെപ്പൺസ് അതിൻ്റെ ഡിഫൻസിൻ്റെ ഹെഡാണ്. അതായത് ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് കമാൻഡിൻ്റെ ഹെഡായിരുന്നു ഈ ലെഫ്റ്റനൻറ്റ് ജനറൽ ഇഗോർ ക്രിലിനോവ്. ബ്രിട്ടൻ നേരത്തെ ഇയാൾക്കെതിരെ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്ത് തെളിവ് കിട്ടി. അതേപോലെ തന്നെ ഇയാൾ പല സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് വാറുണ്ടായ സമയത്ത്. അതായത് കീവിനടുത്ത് അമേരിക്ക ഉക്രൈന് വേണ്ടി കെമിക്കൽ പ്ലാന്റ് തയ്യാറാക്കുന്നു റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ, ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നീട് അതേപോലെ പല സ്റ്റേറ്റ്മെൻറ്റുകളും അമേരിക്കയ്ക്കെതിരെയും ഉക്രൈനെതിരെയും ബ്രിട്ടനെതിരെയും നാറ്റോ രാജ്യങ്ങൾക്കെതിരെയും ഈ ഇഗോർ ക്രിലിനോവ്, അതായത് ഈ ലെഫ്റ്റനന്റ് ജനറൽ പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഈ ലോകത്തിൻ്റെ ഒരു കിടപ്പനുസരിച്ച് ഈ വാറൊക്കെ ഉണ്ടാകാം, പക്ഷെ ബാൻഡ് ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇയാളൊരു ഈ റോക്കറ്റ് എക്സ്പേർട്ട് കൂടിയാണ്, ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഹാഫ് സയൻറ്റിസ്റ്റ് കൂടിയാണ്. ഇദ്ദേഹം ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നീട് അത് റഷ്യൻ ആർമിയിൽ ഇതിനെ ഫർദറായിട്ട് പഠിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ ലെഫ്റ്റനന്റ് ജനറൽ, ഈ കൊല്ലപ്പെട്ട ആൾ. അപ്പം ഇയാളെ പറ്റി പറയുന്നത് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നേരത്തെ, ഇപ്പോഴല്ല നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്, ഇയാൾ അതിക്രൂരനായ ഒരു പട്ടാള ഓഫീസറാണ്. ഒരു കാരണവശാലും ഒരു ക്ഷമയും അർഹിക്കാത്ത ഒരു ഓഫീസർ. ഏറ്റവും ക്രൂരമായ മുറകളിൽ കൂടെ ശത്രുവിനെ എങ്ങനെയെങ്കിലും വകവരുത്തുക, അതിൽ കെമിക്കൽ ഉപയോഗിക്കാൻ, ന്യൂക്ലിയർ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് റഷ്യൻ ഗവൺമെൻറ്, പുടിൻ തന്നെ ഇയാളെ ന്യൂക്ലിയർ ഡിഫൻസിൻ്റെയും ന്യൂക്ലിയർ ഒഫൻസിൻ്റെയും ബയോളജിക്കൽ വെപ്പൺസിൻ്റെയും കെമിക്കൽ വെപ്പൺസിൻ്റെ ഹെഡാക്കി നിയമിച്ചത്. പല ആവർത്തി പുടിൻ തന്നെ പറഞ്ഞ് അവർ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും, ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും. പക്ഷെ ഈ ഉണ്ടായ ഒരു സംഭവം ഉക്രൈൻ റഷ്യ വാറിൽ എങ്ങോട്ടാണ് ഫർദർ എസ്കലേഷൻ, ഏത് രീതിയിലായിരിക്കും റഷ്യ ഉക്രൈനെ തിരിച്ചടിക്കും, ഇത് കാണേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇത് റഷ്യക്ക് താങ്ങുന്നതിനും അപ്പുറമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ സീനിയർ ലെഫ്റ്റനൻറ്റ് ജനറൽ, കാരണം ഒരു കമാൻഡിൻ്റെ കംപ്ലീറ്റ് ഹെഡാണ്. കാരണം ആ കമാൻഡ് വളരെ ആക്റ്റീവായിട്ട് റഷ്യ ഉക്രൈൻ വാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഹെഡിനെ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് സ്വന്തം റഷ്യയുടെ ക്യാപിറ്റലായ മോസ്കോയിൽ ഡിഫൻസിൻ്റെ കൻറ്റോൺമെൻറ്റിനകത്ത് ഉണ്ടായ സംഭവം. റഷ്യക്ക് കിട്ടുന്നൊരു പാഠമുണ്ട്. അവരുടെ പല സൈനിക മേധാവികളും, അതായത് ഉക്രൈൻ ഇതേപോലെ അറ്റാക്ക് അവിടെ ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ടത്, വാറിൻ്റെ കൺവെൻഷണൽ മോഡ് മാറിയിട്ട് അൺകൺവെൻഷണൽ മോഡിലോട്ട് പോവുകയാണ്. ഇതേപോലെ പല ജനറൽമാരെയൊക്കെ തീർക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്, ഏകദേശം 8ഓളം മേജർ ജനറൽമാർ, അതായത് അവരുടെ ഒഫൻസീവ് കമാൻഡിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ പേരിലാണ് നോർത്ത് കൊറിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുന്നത്
ഏകദേശം 360ഓളം നോർത്ത് കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് വാറുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ചില ലോങ് റേഞ്ച് മിസൈൽ വരുമ്പോൾ, കാരണം സത്യമാണ് നോർത്ത് കൊറിയയ്ക്ക് പെട്ടെന്ന് ഈ വാറെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് എപ്പോഴും മാറ്റർ ചെയ്യും. കാരണം ഗ്രൗണ്ട് പ്രോക്സിമിറ്റി ഉണ്ട്, വാറിൻ്റെ വെപ്പൺസുമായിട്ട്, കാരണം ടെറൈനുമായിട്ട് യോജിച്ച് പോകണം. കാരണം നല്ല തണുപ്പാണ് ഇപ്പോഴവിടെ. അതുപോലെ റഷ്യ ഉക്രൈൻ ടെറൈൻ കുഷിക് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ടെറൈനാണ്. അപ്പോൾ ഈ ടെറൈനിൽ എങ്ങനെ വാർ ചെയ്യുന്നതിനെ പറ്റി പ്രത്യേക ഐഡിയ ഇല്ലാത്തവരാണ്. അപ്പോൾ ആദ്യം വന്നൊരു ഫോഴ്സ് കുറച്ച് പേര് കൊല്ലപ്പെട്ടു, അത് കഴിഞ്ഞ് രണ്ടാമത് 1,00,000 പേര് വന്നു. പക്ഷേ ഇവർക്ക് മൂവ്മെൻറ്റ് നടക്കുന്നില്ല. കാരണം അപ്പുറത്തുനിന്ന് വരുന്ന നാറ്റോയുടെ അമേരിക്കൻ വെപ്പൺസ് വെച്ച് നല്ല രീതിയിലാണ് ഡിഫൻസ് വരുന്നത്. കാരണം ഡിഫൻസും വരുന്നുണ്ട്, ഒഫൻസും വരുന്നുണ്ട്. ഇപ്പോൾ ചില വില്ലേജുകൾ റഷ്യൻ സൈന്യം പിടിച്ചെടുക്കുന്ന സമയത്ത് അവരുപയോഗിച്ചത് ഏറ്റവും കൂടുതൽ ഈ ഉക്രൈൻ സൈനികർക്കെതിരെ കെമിക്കൽ വെപ്പൺസാണ്. കാരണം പെട്ടെന്ന് ഇത് ഇടുന്നു, ഇത് മയങ്ങിപ്പോകുന്നു, പിന്നീട് മറ്റുള്ള റഷ്യൻ ഫോഴ്സ് ഒഫൻസീവായിട്ട് കയറിപ്പോകുന്നു. ഇത് പലയിടത്തും അവർ ഏകദേശം 4000 പ്രാവശ്യം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇഗോർ ക്രിലിനോവിൻ്റെ കൊല്ലപ്പെട്ടത് ഈ വാറിൻ്റെ അകത്ത് ചിലപ്പോൾ വലിയൊരു നിമിത്തമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും റഷ്യൻ സൈന്യം പുട്ടനും ഇത് റിറ്റാലിയേറ്റ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പിന്നെ നാറ്റോയും അമേരിക്കയും ഇതിനെ ഒഫൻസീവായിട്ടോ ഡിഫെൻസീവായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പല രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും മറ്റുള്ള നാറ്റോയുടെ അടുത്ത് കിടക്കുന്ന ഉക്രൈൻ്റെ റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം അലേർട്ടായി, അമേരിക്കൻ ബേസ് അലേർട്ടായി. ഏത് രീതിയിലായിരിക്കും റഷ്യ റിറ്റാലിയേറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ഒഫൻസീവായിട്ടും ഡിഫെൻസീവായിട്ടും ഉക്രൈൻ്റെ കൂടെ നിൽക്കേണ്ടത്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഉക്രൈൻ ഒരു ബാക്ക് ഫൂട്ടിലായിരുന്നു. ഈ കൊലപാതകത്തോട് ഇയാളെ കൊന്നതോടുകൂടി അവർ ഫ്രണ്ട് ഫൂട്ടിലോട്ട് വരുവാണ്. കാരണം വാറിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഇവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. ഇതിനകത്ത് ഏറ്റവും സംഭവം എന്ന് പറയുന്നത് ഈ വാറുമായിട്ടുണ്ടായി നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിൽ പോലും അവിടെയൊന്നും റഷ്യയുടെ ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ അവരുടെ ആ ടെറൈൻ്റെ അകത്ത് വെച്ച് കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ റഷ്യയുടെ എവിടെയും കൊല്ലപ്പെട്ടിട്ടില്ല. കാരണം ബാക്കിയുള്ള ഓഫീസേഴ്സാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ഒരു കമാൻഡിൻ്റെ ഫുൾ ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് റഷ്യക്ക് കിട്ടിയ വലിയ സെറ്റ് ബാക്കാണ് ഈ വാറിൽ. അത് വരാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് റഷ്യ അതുമായിട്ട് പൊരുത്തപ്പെട്ട് തിരിച്ചുള്ള റിറ്റാലിയേഷൻ ആണെങ്കിലും കൗണ്ടർ അറ്റാക്കും അതിന് വരാനുള്ള ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് വരുന്നതിന് ഒരു കാര്യം എന്തെങ്കിലും തീർത്തില്ലെങ്കിൽ ട്രംപ് ഒരു തീരുമാനവും എടുക്കും. കാരണം വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള ബന്ധം മാക്രോൺ മുഖാന്തരം, അതായത് ഈ നോസ്ട്രഡാം പള്ളിയുടെ അത് കത്തിപ്പോയിരുന്നു 2010 പെട്ടെന്ന് അത് പുതുക്കിപ്പണത്. അതുണ്ടായ സമയത്ത് ഏറ്റവും വലിയ ഡിസ്കഷൻ നടന്ന ഈ 3 പേരുമായിട്ടാണ്. അതായത് ട്രംപും സെലൻസ്കിയുമായിട്ടുള്ള അകൽച്ച മാറി കിട്ടിയെന്നാണ് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ഏത് വിധേനയും സെലൻസ്കിയെ സഹായിക്കും, വാറ് ഏതെങ്കിലും തീർക്കാൻ വേണ്ടി സഹായിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.